ഇന്നും എന്നെ എൻ്റെ പുത്രൻ ഒരുക്കിയേക്കുന്നതാണ് ഈ വലിയ പൊട്ടെൻ്റെ നെറ്റിയിൽ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. കണ്ടിട്ട് നല്ല ബൊക്ക നമ്മൾ ഈ ഉണ്ടാക്കത്തില്ലേ, ബൊക്ക അതിനകത്ത് വെക്കുന്ന പ്ലാസ്റ്റിക് പൂ പോലെ തോന്നി. വന്ന് നോക്കിയപ്പോഴാണ് ചെടിയിലുണ്ടായി നിൽക്കുന്ന പൂവാണിത്. നല്ല അടിപൊളി പർപ്പിൾ കളറിൽ. എനിക്ക് ഈ കളറിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ് അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലായിരുന്നു നമ്മുടെ ഡ്രമ്മിലെ ചെടികളെല്ലാം മരമാവുന്ന സാധനങ്ങളൊക്കെ പിഴുത് കൊണ്ടുവന്നില്ലേ, അതെല്ലാം നന്നായിട്ട് കിളിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അമ്മയുടെ കൃഷിയാണ് കേട്ടോ. തക്കാളികൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. 2-3 ഈ ഒരു തക്കാളിയിലുണ്ട്. എല്ലാം ഇങ്ങനെ വളർന്ന് നിൽക്കുക. പിന്നെ വഴുതനങ്ങ തിരുവനന്തപുരത്ത് എല്ലാവരും പറയുന്നത് കത്തിരിക്ക എന്നാട്ടോ. ഇതിനെ നീളമുള്ളതിനെ വഴുതനങ്ങ എന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാം വഴുതനങ്ങയാണ്, നീളമുള്ളത് എല്ലാം വഴുതനങ്ങയാണ്. ഇത് തക്കാളി, വേറൊരു തക്കാളിയാണ് കേട്ടോ. അതിലും തക്കാളിക്ക് ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നു. ഇവിടെ വരുമ്പോഴേ ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അമ്മയുടെ കൃഷിയാട്ടോ ഇതെല്ലാം. നല്ല രസമുണ്ടായിരുന്നു. കുറേ വഴുതനങ്ങ ഇങ്ങനെ ചെറിയ തൈയിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനേ. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോകാൻ നേരം അമ്മ കണ്ടിച്ച് തന്നു വിട്ടതാണ്. അത് കണ്ട് പൊട്ടിക്കിളിച്ച് അമ്മയ്ക്കൊരു തോരനുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് നമ്മുടെ ചുണ്ടക്കയാണേ. തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ വെച്ച് കുറേ കഴിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ പൊട്ട് ഒരുപാട് വിളഞ്ഞതല്ല, പൊട്ട് ചുണ്ടയ്ക്ക പറിച്ചിട്ട് തോരൻ വെക്കുമ്പം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയാണ് അതിൻ്റെ. അത് വേറെ കറികളൊന്നും പാടില്ല, ഇതും ചോറും മാത്രം. പിന്നെ ഇതാണ് നമ്മൾ അന്ന് ഡ്രമ്മിൽ നിന്ന് എല്ലാം എടുത്തിട്ട് കൊടുത്തു വിട്ടില്ലേ, അമ്മ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു. അപ്പോൾ അതെല്ലാം കിളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 1-2 പേരെയും ഒക്കെ ഇങ്ങനെ കിളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്നറിയത്തില്ല. കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ചീരയുടെ നീളം കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നീലൂട്ടനെക്കാട്ടി നീളത്തിൽ ചീര നിൽക്കുന്നു. എന്തൊരു വലിയ ചീരയാന്ന് നോക്കിയേ. അതാണെ അമ്മ കട്ട് ചെയ്ത് എടുത്തിട്ടും ഇല്ല കേട്ടോ. അതങ്ങനെ നീളത്തിൽ പോയേക്കുവാ. നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം, പൂക്കാറായി നിൽക്കുന്ന ചീരയാണേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് വിത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അമ്മ അങ്ങനെ നിർത്തിയേക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം കോളാമ്പിച്ചെടി, അതിങ്ങനെ വിരിഞ്ഞ് നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വയലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ട് അടിച്ച് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. നല്ല മഴക്കോളുണ്ട്. അപ്പം ഇന്നത്ര ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.